നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇത് ₹30 കയറ്റി ഇന്ന് ₹30 കുറച്ചിരിക്കുന്നു. ഗോൾഡ് ഫ്ലാറ്റ് ആണ്. ഇതൊരു മാറ്റവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ആക്ച്വലായിട്ട് അവിടെ ചേഞ്ചസ് ഉണ്ട്. 2,19,000 കൂടെയാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നത്. 2,10,000 നിങ്ങൾ വെള്ളീനെ വിൽക്കാൻ പറ്റൂല. അപ്പോൾ വന്നിട്ട് 96.32 ഇരിക്കുന്നു. സമയം 2:84 തൊട്ടു. ഇപ്പോൾ $84 അടുത്തിരിക്കുന്നു. താഴെ ഇറങ്ങി അതിപാതാളത്തിൽ -5 ഇരിക്കുന്നു. എല്ലാ ഇൻഡൈസീസും പ്രാക്ടിക്കലി ഫ്ലാറ്റ് ആയിരിക്കുന്നു. വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. മാർക്കറ്റിൽ ഒരുപാട് പ്രഷർ ഇരിക്കുന്നു. ഡെമാലിൽ സ്റ്റോക്കിനെ ഭയങ്കരമായിട്ട് കയറ്റുവാണെങ്കിൽ വന്നിട്ട് വെള്ളക്കാരനായിരിക്കും. ഈ ലെവലിൽ തന്നെ എത്ര ദിവസം താങ്ങുമെന്ന് പറയാൻ പറ്റൂല. സിയോലിൽ വന്ന് ഈ പ്രഷറിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ ഇക്വിറ്റിയും പ്രഷറിലാണ് ഇരിക്കുന്നത്. ഇൻഫ്ലേഷനിലൊക്കെ നല്ല നമ്പർ വന്നില്ലെങ്കിൽ ഇതും താഴെ വിളുന്നിരിക്കും. നിങ്ങൾ നോക്കി പേഷ്യൻ്റായിരുന്ന് 1, 2 എന്ന് എടുക്കുന്നത് നല്ലതാണ്. ഓവറാളായിട്ട് മാർക്കറ്റിൽ ജമ്പ് ചെയ്യണ്ട, അതിൽ അകപ്പെടും. ഇതാണ് ഞാൻ പറയേണ്ട കാര്യം. ഇതാണ് മാർക്കറ്റിൻ്റെ കറണ്ട് ന്യൂസ്. ഇന്നലെ ഏറിയ സ്റ്റോക്കൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചില സ്റ്റോക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്കമയിൽ ഇന്നലെ കയറിയായിരുന്നു, ഇന്ന് താഴെ ഇറങ്ങിയിരിക്കുന്നു. ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇന്നലെ ഏറിയായിരുന്നു, ഇന്നും പിന്നെയും താഴെ ഇറങ്ങിയിരിക്കുന്നു. അതുപോലെയാണ് കല്യാൺ ജുവലേഴ്സിൻ്റെ കഥയും. മൂന്നും എഴുന്നിരിക്കുന്നു. പക്ഷേ ടൈറ്റനും TCSും ഏറിയിരിക്കുന്നു. വിവിസ് ലാബ് ഏറിയിരിക്കുന്നു. ഇൻഫോസിസ് ഏറിയിരിക്കുന്നു. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഏറിയിരിക്കുന്നു. ടെക് മഹേന്ദ്ര 2% ഏറിയിരിക്കുന്നു. പിന്നെ HCL ടെക് 2.5% ഏറിയിരിക്കുന്നു. ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിലാണ് ഇരിക്കുന്നത്. വലുതായിട്ട് ഏറിയില്ല, വലുതായിട്ട് ഇറക്കമുമില്ല. അമേരിക്ക എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ ഇറാനിലെ ഇൻഫ്യൂസ് ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുന്നു. വളരെ ഭയങ്കര അടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ വില 85ൻ്റെ മുകളിലിരിക്കുന്നു. ഗൾഫിൻ്റെ കോൺഫ്ലിക്റ്റാണ് കാരണം. പോയ പ്രാവശ്യം ഇങ്ങനെ തന്നെ കോൺഫ്ലിക്റ്റ് ഇതുപോലെ 2 മാസം വന്നപ്പോൾ ക്രൂഡ് എങ്ങനെ ബിഹേവ് ചെയ്തോ അതുപോലെയാണ് ഇപ്പോഴും ബിഹേവ് ചെയ്യണത്. എന്ത് പറഞ്ഞു 180 ക്രോസ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ 180 കഴിഞ്ഞു പോയില്ല. നമുക്ക് എന്താണ് പറയുന്നു എന്ന് നോക്കിയാൽ ഈ ക്രൂഡ് ഓയിൽ തീർന്നു എന്നാണ് അർത്ഥം. ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയും. ദിവസം നമ്മൾ എന്താണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഓയിൽ ഡിമാൻഡ് കയറിക്കൊണ്ടേ ഇരിക്കുമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു ദിവസം ഓയിൽ വിട്ടു പോവുകയാണെങ്കിൽ കൂടെ കഷ്ടപ്പെടുന്ന സ്ഥിതിക്കാണ് ഇരുന്നത്. അപ്പോൾ ഓയിൽ ഇത്ര ഇരിക്കുന്ന സമയം തന്നെ ഇതിൻ്റെ മുകളിൽ ഓയിൽ ആവശ്യപ്പെടില്ലായിരുന്നു. ഓയിൽ പീക്ക്, ഓയിൽ ഇൻറ്റൻസിറ്റി എക്കോണമിയിൽ കുറഞ്ഞിരിക്കുന്നു. ഈ സമയത്തിൽ റിന്യൂവബിൾ എനർജിയും വന്നു. അല്ലാതെ കച്ച എണ്ണയുടെ ഡിമാൻഡിനെയും കുറയ്ക്കാൻ വച്ചിരിക്കുന്നു. ഇതിൽ വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ ചൈന തന്നെ കൺസിസ്റ്റൻ്റായി ഡിമാൻഡിനെ ഹൈക്ക് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന് വന്നിട്ട് അവർ പെട്രോൾ ഡീസലിനെ കുറച്ചുകൊണ്ട് കോൾ ഉപയോഗിച്ച് ഗ്യാസ് എടുക്കുന്നു. അത് മാത്രമില്ലാതെ അതർ പ്രോഡക്ട്സും ചെയ്യുന്നു. ക്വാളിഫിക്കേഷൻ ഇന്നും കൂടുതലായിരിക്കും, കോൾ ഇൻറ്റൻസിറ്റി. ഓയിൽ അത് ക്രൂഡിനെ രക്ഷിച്ചാലും ഓവറോളായിട്ട് എക്കോണമിയെ അത് നാശാക്കുന്നു. ഇന്നൊരു കാര്യം, ചൈനയിൽ ഇലക്ട്രിഫിക്കേഷൻ ഇന്നും കൂടുതലായിരിക്കുന്നു. ഇലക്ട്രിക് കാർസ് ഒരുപാട് ഇരിക്കുന്നു. കച്ചായനയുടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു. ചൈനയിൽ ടേബിളിൽ നിർത്തുവാണെങ്കിൽ ചൈനീസ് ഡിമാൻഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമെങ്കിൽ പെട്ടെന്ന് കച്ചായന $100 താണ്ടി പോകുമോ എന്നറിയാൻ പറ്റും. അൺലെസ് ഈ വാറിൽ റിഫൈനറി ഏരിയയിൽ ഓരോരുത്തർ അടിക്കുവാണെങ്കിൽ തന്നെ അത് കൂടും. ഫെഡിൻ്റെ ചീഫ് കെവിൻ വാഷ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ വന്നിട്ട് ഫെഡിനെ ഇൻഡിപെൻഡൻ്റാണ് വെച്ചിരിക്കും. പലതരം ട്രംപിൻ്റെ അടുത്ത് മനസ്സിലാക്കാൻ വെച്ചിരിക്കുന്നു. അതിൽ ഫെഡ് വേറെ, എക്സിക്യൂട്ടീവ് പ്രസിഡൻസ് വേറെയാണ്. സിറ്റിനെ കൊണ്ട് മോണിറ്ററി പോളിസി നടത്താൻ പറ്റൂല. അത് അവർക്ക് തെളിവായിട്ട് മനസ്സിലായി. എന്ത് പറയുവാണെങ്കിലും അവർ പറയുന്നത് കേൾക്കൂല. ആ ഫെഡിനെ ഇൻഡിപെൻഡൻ്റായിട്ട് വച്ചിരിക്കും. അവർ ഫെഡിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചിരിക്കുന്നു. അതേസമയം ക്രിസ് വാലർ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വന്ന് ഇൻഫ്ലേഷൻ കയറി ഫെഡ് നോക്കിക്കൊണ്ട് ചുമ്മാ ഇരിക്കൂല. ഫെഡ് ടൈറ്റ് ചെയ്യും. കാര്യത്തിനെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്താ എന്ന് നിങ്ങൾ നോക്കിയെങ്കിൽ മത്തിൻ്റെ വില ഇറങ്ങി അറൗണ്ട് 4000-ലാണ് തികച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഓയിൽ പ്രൈസസിൻ്റെ വില കൂടുന്നതാണ് കാരണം. ഇൻഫ്ലേഷൻ, അതായത് വിലവാശി ഇങ്ങുന്നത് എപ്പോൾ വേണമെങ്കിൽ വരാമെന്നാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്നതാണ് എൻ്റെ ഫീലിംഗ്. ഇടങ്ങളിലൊക്കെ ഇന്ന് വിലവാശിയുടെ കയറ്റം വന്നില്ല. പല സ്ഥലങ്ങളിൽ കോയമ്പേട് അത്രയ്ക്ക് വന്നു. ചില കേസിൽ വന്നിട്ട് മൈലാപ്പൂരിനും വന്നിരിക്കുന്നു. റിസർവ് ബാങ്ക് ഗവർണർ അതും വന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ വന്നിട്ട് ഒരു ഷാർപ്പ് റിക്കവറി ആയിരിക്കുന്നു. കാരണം വിപ്രോ ആൻഡ് ഇൻഫോസിസ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസൾട്ട്സും ഏറിയിരിക്കുന്നു. ബോത്ത് കേസസ് ഇൻഫി ആൻഡ് വിപ്രോ എന്തെന്ന് വെച്ചാൽ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന രീതിയിൽ
2 ഷെയർ ഉണ്ടായിരിക്കും ഇക്വിറ്റിയിൽ. ഇതാണ് ADRലുള്ള റീസൺ. അടുത്തത് ഇന്ത്യയുടെ ഗോൾഡ് ഇമ്പോർട്ട് ബില്ല് 47% ഏറിയിരിക്കുന്നു. 47% കയറിയതിനെക്കുറിച്ച് എന്താണ് നമ്മളിന്ന് സംസാരിക്കുന്നു എന്നാൽ, ആൾ നോർമലായിട്ട് മനം തുറന്ന് സംസാരിക്കും. വേറേതോ 50 ടൺ കുറഞ്ഞുപോയി എന്നും കാരണമാണ് ഗോൾഡ് ഇമ്പോർട്ട് ഇന്ത്യയിൽ കുറഞ്ഞിരിക്കുന്നു എന്നും കൊണ്ടാടിക്കൊണ്ടിരുന്നു. പക്ഷെ അതുപോലെ ഒന്നും നടന്നില്ല. ഗോൾഡിൻ്റെ വാല്യൂ ജനങ്ങൾ നല്ല ഇൻപുട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വില ഇറങ്ങുന്നതോളം ഗോൾഡ് വാങ്ങുന്നു. ഇത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് എക്കോണമിക്ക് നല്ല ഇല്ലാതെ ഇരിക്കാം. ബട്ട് ഇത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്. ഗോൾഡ് ലോൺ ഇൻഡസ്ട്രിക്കും ഇതൊരു നല്ല ഡെവലപ്മെൻ്റ് ആണ്. ലോൺ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ലാർജസ്റ്റ് സെക്യൂർഡ് ക്രെഡിറ്റ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാൽ AI സ്ട്രാറ്റജീനെ ആക്സലറേറ്റ് ചെയ്യുന്നു. വി ഹൈക്ക് സ്പെൻഡിങ് എൻവയൺമെൻറ്റ്, അതായത് ക്ക് വേണ്ടി ചിലവ് ചെയ്യാതെ ഹാർഡ്വെയറിന് ചിലവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരുന്നാലും പുറകെ IT AI കാരണം വരുമെന്നും വിപ്രോ വന്നിട്ട് AI സ്പെൻഡിങ്ങിനെ കേട്ടിയിരിക്കുന്നു. 2 ദിവസത്തിൻ്റെ മുമ്പേ പറഞ്ഞതുപോലെ MG ഇൻവെസ്റ്റ്മെൻറ്റ് മൂലം പല AI സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് $53 ബില്യൺ വർത്തിരിക്കുമെന്നത് നമുക്കറിയാൻ പറ്റും. സോ AI എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രോ കൈ കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാം. ഡോക്ടർ റെഡ്ഡി എന്ത് പറയുന്നു എന്നാൽ അവരുടെ ഫോക്കസ് ഓഫ് ഗ്രോത്ത് വന്ന് ബയോസിമിലർ എന്ന് പറയുന്ന ഡ്രഗ് ക്ലാസ് ആണ്. കോളേജുകൾ ക്യാൻസറിനെതിരായിട്ട് മാത്രം ചെയ്യുന്നത്, പിന്നെ കോൺട്രാക്ട് റിസർച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്, പിന്നെ ഈ കൺസ്യൂമർ ഹെൽത്ത് കെയർ ഓൾറെഡി സിഗരറ്റ് തെറാപ്പിക്ക് ഒന്ന് വാങ്ങിയുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് ലോങ് ടേം ഗ്രോത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പ്രൈമറിലി വന്നിട്ട് ഒരു എക്സ്പോർട്ട് റിലേറ്റഡ് ഗ്രോത്ത് ആണ്. ഇത് കാരണം ഡോളർ ഡിപ്പെൻഡൻറ്റ് നമ്മൾ കണ്ണ് മൂടിക്കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. മോട്ടോർ കാർപ്പ് വന്നിട്ട് ഏത്തറിൽ അവരുടെ സ്റ്റേക്കിനെ തിരികെ കയറ്റിയിരിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് കുറഞ്ഞായിരുന്നു. 30% സ്റ്റേക്കിനെ ഏറ്റിയിരിക്കുന്നു. അശ്വതി വേണ്ടിയാണ് കേട്ടിരിക്കുന്നത്. ഈ പണം അവർക്ക് ആവശ്യമാണ്. പുതിയ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ കാശ് അവർക്ക് ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹീറോ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ അവരുടെ മോഡൽ ഗ്രോ ആയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ കേസ് സ്റ്റഡി ട്രേഡിംഗ് മെക്കാനിസം, പൊല്യൂഷൻ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാൽ എല്ലാ കേസ് പോയിൻറ്റ്സിനെ വാങ്ങി വിറ്റ് ഇടയ്ക്ക് നിങ്ങൾ വയ്ക്കാമെന്ന് ഇരിക്കുന്ന പ്രൊപ്പോസിഷന് ടാറ്റ മോട്ടോഴ്സ് സപ്പോസ് ചെയ്യുന്നു. അമർ രാജ എന്ത് പറയുന്നു എന്നാൽ 500 കോടി ലിത്തിയം അയോൺ സെൽ പ്ലാന്റിന് തെലങ്കാന സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നാൽ 12 ഗിഗാവാട്ട് ACC ബാറ്ററി കപ്പാസിറ്റി ഇന്നും കാലിയായിരിക്കുന്നു. ആരെങ്കിലും ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ കാശ് പണത്തിന് സബ്സിഡി ആയിട്ട് കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ജിഗാവാട്ടിൽ ഒന്ന് മീതി ഇരിക്കുന്നുവെന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ രൂപ അതിപാതാളത്തിൽ ചെന്നിരിക്കുന്നു. 96.32 ഇരിക്കുന്നത്. ആ സൈഡ് പെട്ടെന്ന് ട്രേഡ് ഡിഫിസിറ്റ് ഏറിയിരിക്കുന്നു. ഈ സൈഡിൽ അങ്ങനെ ഒരു തട്ടി ചെല്ലമായിട്ട് തട്ടിയെങ്കിൽ ബോൾ 4 പോകുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. $100 മില്യൺ ഷോട്ട് ഗവൺമെൻറ് എടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മറക്കണ്ട. അതിനെ ഫാസ്റ്റായിട്ട് വയലൻ്റായിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ കണ്ട യാക്കർ അല്ലെങ്കിൽ ബുംറയുടെ യാക്കർ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. ടാറ്റ ക്യാപിറ്റൽ 2 കാര്യങ്ങൾ ചെയ്യുന്നു. അവർ ഗോൾഡ് ബിസിനസ്സിലകത്ത് പോകുന്നു. ഇത് ആൾറെഡി അവർ ടൈറ്റൻ മൂലം സ്വർണത്തിൽ വലിയ ലെവലിലാണ് ഇരിക്കുന്നത്. ഈ സമയം ടൈറ്റൻ എങ്ങനെയെങ്കിലും ഇരുന്ന് ഗോൾഡ് വാങ്ങി കഴിഞ്ഞാൽ ഗോൾഡ് പ്രത്യേകം ഞങ്ങളടുത്ത് വാങ്ങുമെന്ന് പറയുന്നു ടാറ്റ. അതിൻ്റെ ശേഷം അവർ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് ചെയ്യാമെന്ന് പറയുന്നു. എന്ന ഒരു ഐഡിയയിൽ അവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. കേരളത്തിൽ എന്തോ ഏൻഷ്യൻ ബിസിനസ് ആയിട്ടാണ് തീരുന്നത്. കേരളത്തിൽ ഇതിൽ കുതിച്ച് ഈ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാമെന്ന് അവർ വിചാരിക്കുന്നു. സ്പേസ് എക്സ് വന്നിട്ട് ഫോർ ദി ഫസ്റ്റ് ടൈം പിയോ വിലയെക്കാട്ടിലും കുറവായിട്ടുള്ള വിലയിൽ കിട്ടുന്നു. പോലെ കിട്ടുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ ഈ ലെവലിൽ വരുമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ റാലി ലൂസസ് മൊമെൻറ്റം കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇതും താഴെ ഇറങ്ങിയിരിക്കുന്നു. സ്പേസ് എക്സ് വന്നിട്ട് IPO പ്രൈസിനെക്കാട്ടിലും താഴെ ഇറങ്ങിയിരിക്കുന്നു. താഴെ നോക്കിയാൽ ചൈനയുടെ Q2 GDP കുറഞ്ഞിരിക്കുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. എന്നിട്ട് വളരെ മോശമായിട്ടുള്ള നമ്പറാണ്. ഇത് ഇത്രയും മോശമായിട്ട് ഇരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ദിയർ എക്സ്പോർട്സിൽ 15.5% ഗ്രോത്ത് ഇരുന്നാലും ഇമ്പോർട്ട് അതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ഗ്രോ ആയ കാരണം നമ്മൾ ഇത്രയും കാണാതെ അത്രയും 5 മന്ത് ഹൈയിൽ ട്രേഡ് ഡെഫിസിറ്റ് ഏറിയിരിക്കുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നു എന്നാൽ ഈ രൂപേനെ ഇഞ്ചക്ഷൻ ബൂസ്റ്റൊക്കെ കൊടുത്ത് കയറ്റി വച്ചിരുന്നത് ആറ്റിറങ്ങിയ ബലൂണ് പോലെ ഇറങ്ങിയിരിക്കുന്നു. നിലത്തൊന്നിട്ടിയാൾ. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.